സമ്മർദ്ദമാണോ മാനസിക പിരിമുറുക്കമാണോ പ്രശ്നം? ദൈവത്തെ വിളിക്കൂ, ദൈവത്തെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കൂ, എല്ലാത്തിനും പരിഹാരമുണ്ടാകും. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇതൊരു പരസ്യമല്ല, ഇതെന്റെ വാക്കുകളുമല്ല. ഇത് പറഞ്ഞത് സാക്ഷാൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനാണ്. മാത്രവുമല്ല, ജോലി സമ്മർദ്ദം ഉണ്ടാകുമെന്ന് കുട്ടികളെ പറഞ്ഞ് പണിക്ക് അയക്കേണ്ടത് വീട്ടുകാരുടെ കൂടി ഉത്തരവാദിത്തമാണ്. അല്ലാതെ വെറുതെ എന്തേലും പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും ഓടി വന്ന് സർക്കാരിനോട് പരാതി പറയരുത് എന്നൊരു ധ്വനി ഇതിലുണ്ടോ? വളരെ നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ, കൊള്ളാം. എന്തായാലും നിങ്ങളെക്കാൾ നല്ലത് ഞങ്ങളുടെ ഗോപിയേട്ടനാണ്. പുള്ളിക്ക് ഈ വിഷയത്തിന്റെ സീരിയസ്നെസ് അല്പം പിടികിട്ടിയിട്ടുണ്ട്. അന്നയുടെ മരണത്തിൽ കേന്ദ്ര ധനമന്ത്രിയുടെ വിശകലനമാണ് പറഞ്ഞത്. സംഭവത്തിലേക്ക് കടക്കാം. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് മുംബൈയിലെ EY കമ്പനിയിലെ ജീവനക്കാരിയായിരുന്ന മലയാളി യുവതി അന്ന സെബാസ്റ്റ്യൻ മരിക്കാനിടയായ സംഭവത്തിൽ വിചിത്ര പരാമർശവുമായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ രംഗത്തെത്തിയിരുന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. സമ്മർദ്ദത്തെ എങ്ങനെ നേരിടണമെന്ന് വീടുകളിൽ നിന്നും പഠിപ്പിക്കണം, ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ എന്നുമായിരുന്നു ധനമന്ത്രിയുടെ വാക്കുകൾ. പറഞ്ഞത് എവിടെയാണെന്നല്ലേ? വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന ചെന്നൈയിലെ സ്വകാര്യ കോളേജിലെത്തിയാണ് നിർമ്മല സീതാരാമൻ ഇത്ര വലിയ വാക്കുകൾ പറഞ്ഞത്. ആഹാ, അടിപൊളി. സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിലും നല്ല ഉപദേശം ഇനി സ്വപ്നങ്ങളിൽ മാത്രം. മൂപ്പതി എന്താ ഇങ്ങനെ പറഞ്ഞതെന്നല്ലേ? പറഞ്ഞുതരാം. 2 ദിവസം മുൻപ് ജോലി സമ്മർദ്ദം കാരണം ഒരു പെൺകുട്ടി മരണപ്പെട്ടതായി വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. കോളേജുകൾ വിദ്യാർത്ഥികളെ നന്നായി പഠിപ്പിക്കുകയും ക്യാമ്പസ് റിക്രൂട്ട്മെന്റിലൂടെ അവർക്ക് ജോലി നേടിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര വലിയ ജോലി നേടിയാലും സമ്മർദ്ദങ്ങളെ നേരിടാൻ വീട്ടിൽ നിന്നും പഠിപ്പിച്ചു കൊടുക്കണം. എങ്ങനെ സമ്മർദ്ദങ്ങൾ നേരിടണമെന്ന് വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. സമ്മർദ്ദങ്ങളെ നേരിടാൻ ഒരു ഉൾശക്തി ഉണ്ടാകണം. ദൈവത്തെ ആശ്രയിച്ചാൽ മാത്രമേ സമ്മർദ്ദങ്ങളെ നേരിടാനാകൂ. ആഹാ, എന്താ അന്തസ്! ജോലിയെടുക്കുന്ന സ്ഥാപനത്തിൽ ഉണ്ടാവുന്ന പിരിമുറുക്കങ്ങൾ എങ്ങനെ നേരിടണമെന്ന് ഇനി അച്ഛനും അമ്മയും പഠിപ്പിക്കണം. കുഞ്ഞു മക്കളാകുമ്പോൾ നമ്മൾ മാമു കൊടുക്കുമ്പോൾ ചില കഥകൾ പറയാറില്ലേ, രാജാവിൻ്റെയും റാണിയുടെയും ഒക്കെ? അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം. കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, നീ നാളെ നല്ലൊരു IT കമ്പനിയിൽ ജോലിക്ക് പോകുകയാണെങ്കിൽ നീ പണിയെടുത്ത് മരിക്കാൻ വിധിക്കപ്പെട്ടു എന്ന് കരുതണം. അവിടെ പകലന്തിയോളം പണിയെടുക്കണം. ക്ഷീണിച്ചാലും കിടന്നുറങ്ങരുത്. കുറഞ്ഞത് 18 മണിക്കൂറെങ്കിലും പണിയെടുത്തുകൊണ്ടിരിക്കണം. ഉറക്കവും ജീവിതവും സന്തോഷവും ഒക്കെ ഇല്ലെങ്കിൽ എന്താ? ലക്ഷങ്ങൾ സാലറി അല്ലേ നിന്റെ അക്കൗണ്ടിൽ കയറുന്നത്? മാത്രവുമല്ല, നല്ല കാറും നല്ല വീടും ഒക്കെ വെച്ച് നാട്ടുകാരെ അറിയിക്കുകയും ചെയ്യാം നീ നല്ല നിലയിലാണെന്ന്. അപ്പോൾ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത്ര നാളും നിങ്ങൾ ഇത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വൈകിയെങ്കിൽ ഭയപ്പെടേണ്ട. ഇനി മുതൽ 3 നേരവും, അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം. ഒന്നുകൂടി ഓർക്കണം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് തൊഴിൽ നിയമങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് അവരോട് പ്രത്യേകം പറഞ്ഞു കൊടുക്കാൻ മറക്കരുതേ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്നീ നിയമങ്ങളൊക്കെ ചില ഭക്തരെത്തിയതോടെ രാജ്യത്ത് നിന്ന് ഇല്ലാതായി പോയി. പിന്നെ പ്രശ്നം എന്തു വന്നാലും അത് മാനസികമായാലും ശാരീരികമായാലും ഒക്കെ നിങ്ങൾ പോയി ദൈവത്തെ പോയി കാണണം കേട്ടോ. എന്നിട്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, അതിന്റെ കുറവുണ്ടായി എന്ന് കരുതുക. ഒട്ടും അമാന്തം വേണ്ട. നിങ്ങൾക്കായി എത്ര അമ്പലം വേണമെങ്കിലും നിർമ്മിക്കാൻ ജിയും ടീംസും റെഡിയാണ് കേട്ടോ. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്ന് ഇങ്ങനെയാണോ ഇത്തരം ഒരു സെൻസിറ്റീവ് വിഷയം കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. മനഃശക്തി വർദ്ധിപ്പിക്കാനുള്ള വഴികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കുടുംബങ്ങളിലും പഠിപ്പിച്ചാൽ സമ്മർദ്ദത്തെ അതിജീവിക്കാനാകും. ഈശ്വരചിന്തയും ധ്യാനവും മനഃശക്തി വർദ്ധിപ്പിക്കാൻ സഹായകരമാവുമെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ വിലയേറിയ വാക്കുകൾ. സ്വകാര്യ മെഡിക്കൽ കോളേജിൽ സ്വാമി ബാലമുരുകൻ അടിമയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷമാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ഇത്തരത്തിലൊരു പ്രതികരണം വന്നത്. നല്ല ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് പഠിച്ചിട്ട് ജോലിക്ക് കയറി പെൺകുട്ടി ജോലിഭാരം താങ്ങാനാകാതെ മരിച്ച ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി. എത്ര പഠിച്ച് എവിടെ എത്തിയാലും മനഃശക്തി ഉണ്ടാകണമെന്ന് കുടുംബാംഗങ്ങൾ തന്നെ പറയണം. ദൈവികമായിട്ടാണ് അത് വരേണ്ടത്. നല്ല മനഃശക്തി ഉണ്ടെങ്കിലേ വെല്ലുവിളികളെ നേരിടാനാകൂ. അതിന് ധ്യാനം ഏറെ സഹായകരമാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. കഴിഞ്ഞല്ലോ, രാജ്യത്തൊരു വിഷയം കത്തി നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും 4 അക്ഷരം പറയണമല്ലോ. അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ധനമന്ത്രിക്ക് ആശ്വസിക്കാം. ഇനി അടുത്ത വിഷയം വരുമ്പോൾ വീണ്ടും കാണാട്ടോ. എന്തായാലും കേന്ദ്രമന്ത്രിയെ പോലെ പഴി അന്നയുടെ വീട്ടുകാരുടെ തലയിലിടാൻ തയ്യാറായിരുന്നില്ല മനുഷ്യാവകാശ കമ്മീഷൻ. മലയാളി യുവതി അന്ന സെബാസ്റ്റ്യന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അമിത ജോലിഭാരമാണ് അന്നയുടെ മരണത്തിന് കാരണമെന്നതിനാൽ അതീവ ആശങ്ക രേഖപ്പെടുത്തിയ കമ്മീഷൻ സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് വിശദമായ അന്വേഷണ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തോട് ഇതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളതും. അതെന്തായാലും വളരെ നല്ല കാര്യമായി. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ താമര വിരിയിപ്പിച്ച സുരേഷ് ഗോപിക്ക് പണി അറിയാം.
പുള്ളിക്ക് അതിന്റെ സീരിയസ്നെസ് നന്നായി മനസ്സിലായിട്ടുണ്ട്. അന്ന സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നയുടെ കുടുംബവുമായി സംസാരിച്ചുവെന്ന് സുരേഷ് ഗോപി സന്ദർശനത്തിനു ശേഷം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു. സംഭവത്തിൽ അനീതി ഉണ്ടായതായാണ് തോന്നുന്നത്. ഇനി ഒരാൾക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത്. സാമൂഹികമായ തിരുത്തൽ ആവശ്യമാണ്. പാർലമെന്റിൽ അന്നയുടെ മരണം വിഷയമായി വരും. കേന്ദ്രമന്ത്രി എന്നതിനപ്പുറം ഒരു അച്ഛൻ എന്ന നിലയിൽ പാർലമെന്റിൽ ഉന്നയിക്കും. തൊഴിൽ ചൂഷണം നടത്തുന്ന കമ്പനികൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ പിതാവ് എന്ന വികാരവും പുള്ളിയുടെ സ്വാഭാവികമായ രോക്ഷവും കലർന്ന് ഇത് പാർലമെന്റിൽ എത്തുമോ എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം. BJPക്കിടയിൽ, അതായത് കേരളത്തിലെ BJP നേതാക്കൾക്കിടയിൽ പോലും സുരേഷ് ഗോപിക്ക് ശത്രുക്കളുള്ള കാലമാണേ. പുള്ളിയെ പാർലമെന്റിലിട്ട് പൂട്ടാമെന്ന് കച്ചകെട്ടി ഇവരാരെങ്കിലും ഇറക്കിയാലോ? പറയാൻ പറ്റില്ല. അവിടെയും ദൈവത്തെ കുട്ടി വിളിക്കാഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ആളുകളുണ്ടല്ലോ. ഇവർക്കൊക്കെ എന്തുമാകാം. എന്നാൽ ആ കുട്ടിയുടെ കുടുംബത്തിന് സംഭവിച്ചത് വലിയ നഷ്ടമാണ്. മറ്റൊരു കുടുംബത്തിനും ഈ ദുരന്തം ഉണ്ടാകരുതെന്ന് പറയാനാണ് അന്നയുടെ അമ്മ ഇപ്പോൾ സംസാരിക്കുന്നത് പോലും. സ്വന്തം മകൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ മറ്റാർക്കും വരാതിരിക്കാനുള്ള പോരാട്ടത്തിലാണവർ. പൂനെയിൽ താമസമാക്കിയ അന്ന ജൂലൈ 20 താമസ സ്ഥലത്ത് കുഴഞ്ഞു വീഴുകയായിരുന്നു. മാർച്ചിൽ ജോലിയിൽ പ്രവേശിച്ച അന്ന 4 മാസം കൊണ്ട് അമിത ജോലിയെ തുടർന്ന് മരിച്ചുവെന്ന് വ്യക്തമാക്കി അമ്മ അന്ന സെബാസ്റ്റ്യൻ EY ചെയർമാൻ രാജീവ് മേമിനിക്ക് എഴുതിയ തുറന്ന കത്ത് സമൂഹ മാധ്യമങ്ങളിലും രാഷ്ട്രീയ നേതൃത്വവും ഏറ്റെടുത്തു. അതിന് പിന്നാലെയാണ് ഇത് വലിയ വിവാദമാകുന്നത്. അന്നയുടെ സംസ്കാര ചടങ്ങുകളിൽ പോലും കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ച അന്ന സെബാസ്റ്റ്യന്റെ അമ്മ കമ്പനി മേധാവിക്ക് അയച്ച കത്താണ് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നത്. മകളുടെ ദുരവസ്ഥ മറ്റാർക്കും ഉണ്ടാകാതിരിക്കാനാണ് കമ്പനി മേധാവിക്ക് കത്തയച്ചതെന്ന് അന്നയുടെ പിതാവ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്ക് ഇല്ല എന്ന നിലപാടാണ് ഇപ്പോൾ കുടുംബം സ്വീകരിച്ചിട്ടുള്ളത്. സമാന സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യവും. അന്നയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുമെന്ന് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി ശോഭ കരന്തലജെ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചെന്നൈയിൽ സമാനമായ മറ്റൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ IT ജീവനക്കാരനായ യുവാവ് സ്വയം ഷോക്കടിപ്പിച്ച് മരിച്ചു എന്നായിരുന്നു ആ വാർത്ത. തമിഴ്നാട്ടിലെ തേനി സ്വദേശി കാർത്തികേയനെയാണ് ചെന്നൈക്കടുത്ത് ഓൾഡ് മഹാബലിപുരം റോഡിൽ താഴമ്പൂരിലുള്ള വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശരീരം മുഴുവൻ ഇലക്ട്രിക് കമ്പികൾ ചുറ്റിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പല്ലാവാരത്തെ സ്വകാര്യ കമ്പനിയിൽ 15 വർഷമായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്താണ് സംഭവം നടന്നത്. ഭാര്യ തിരിച്ചെത്തിയപ്പോഴാണ് കാർത്തികേയനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പോലും. ശരീരത്തിൽ ഇലക്ട്രിക് കമ്പികൾ ചുറ്റി ഷോക്കടിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ അയൽവാസികളെയും പോലീസിനെയും വിവരമറിയിച്ചു. ജോലിസ്ഥലത്തെ സമ്മർദ്ദത്തെപ്പറ്റി കാർത്തികേയൻ പരാതി പറഞ്ഞിരുന്നതായും വിഷാദത്തിന് ചികിത്സ നേടിയിരുന്നതായും വിവരമുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇതൊരു തുടക്കമോ ഒടുക്കമോ അല്ല എന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇത്തരമൊരു സെൻസിറ്റീവ് വിഷയത്തിൽ ഒരു ഭരണാധികാരി എടുക്കേണ്ട നിലപാട് ഇങ്ങനെയാണോ? ദൈവത്തെയോ മറ്റു കാര്യങ്ങളെയോ ആണോ നമ്മൾ ആശ്രയിക്കേണ്ടത്? ജനാധിപത്യ രാജ്യത്തിൽ നമുക്കൊരു ഭരണഘടനയുണ്ട്. അവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. എന്നിട്ടും നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, അതായത് തൊഴിലിടങ്ങളിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ പ്രതിരോധിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? എന്തായാലും വാർത്തയും വിശകലനമായി വീണ്ടും വരാം. നന്ദി.